ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ. മറന്നാളെ ഞാൻ ഇതിനെ ഓർമ്മിപ്പിക്കണം. ഓർമ്മ വന്നു. ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ? അല്ല, ഇന്ന് ഇവിടുത്തെ തെങ്ങിന് കുഴി വെട്ടിയ ദിവസം. എന്നെ കൂടെ കുഴിയിട്ട മൂട്. ഇതിലും ഭേദമാ. സേതുവേട്ടൻ ജനിച്ചന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത്. പണ്ടൊക്കെ സേതുവേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് സേതുവേട്ടനായിരുന്നില്ലേ? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? എനിക്ക് നല്ല വിഷമമുണ്ട് സേതുവേട്ട. സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ. ഇന്നെന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല. പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. ഇത് അവസാനത്തെ പിറന്നാളൊന്നുമല്ലോ, അടുത്തന്നെ ഓർമ്മിക്കാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയില്ല. അത് നിന്റെ കുഴപ്പമില്ല. പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തല വീണാലും സഹിക്കാം. പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോ മോന്തം നിർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ. ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ. മറന്നാളെ ഞാൻ ഇതിനെ ഓർമ്മിപ്പിക്കണം. ഓർമ്മ വന്നു. ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ? അല്ല, ഇന്ന് ഇവിടുത്തെ തെങ്ങിന് കുഴി വെട്ടിയ ദിവസം. എന്നെ കൂടെ കുഴിയിട്ട മൂട്. ഇതിലും ഭേദമാ. സേതുവേട്ടൻ ജനിച്ചന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത്. പണ്ടൊക്കെ സേതുവേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് സേതുവേട്ടനായിരുന്നില്ലേ? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? എനിക്ക് നല്ല വിഷമമുണ്ട് സേതുവേട്ട. സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ. ഇന്നെന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല. പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. ഇത് അവസാനത്തെ പിറന്നാളൊന്നുമല്ലോ, അടുത്തന്നെ ഓർമ്മിക്കാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയില്ല. അത് നിന്റെ കുഴപ്പമില്ല. പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തല വീണാലും സഹിക്കാം. പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോ മോന്തം നിർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ.